കേരള യൂണിവേഴ്സിറ്റി 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം ബികോം തേർഡ് സെമസ്റ്ററിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചൊരു ഓവർവ്യൂ ഞാൻ പ്രൊവൈഡ് ചെയ്യുകയാണ്. സോ ഈ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് നമ്മുടെ ലേൺ ഈസി ലേണിൻ്റെ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ് ആയിട്ട് അവൈലബിൾ ആണ്. ഞാൻ ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എല്ലാ മൊഡ്യൂൾസും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ മൊഡ്യൂൾസും ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ്സുകളെല്ലാം പെയ്ഡ് ക്ലാസ് ആയിട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലിങ്ക് വഴി തന്നെ ജോയിൻ ചെയ്യാം. അതല്ല കൂടുതൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഫീസിനെ സംബന്ധിച്ചോ ക്ലാസ്സിനെ സംബന്ധിച്ചോ മറ്റെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഈ ഒരു നമ്പർ, ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പർ, ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. ഓക്കെ. സോ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്കിവിടെ 5 മൊഡ്യൂൾസാണ് ഉള്ളത്. ഓക്കെ. ഈ 5 മൊഡ്യൂളിൽ ഈ ഫസ്റ്റ് മൊഡ്യൂളായ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടായിരിക്കും അവൈലബിൾ ആകുന്നത്. അപ്പോൾ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ എല്ലാ മൊഡ്യൂൾസിൻ്റെ ക്ലാസ്സുകളുമുണ്ട്. അതിൽ ഈ പറയുന്ന ഒന്നാമത്തെ മൊഡ്യൂളായ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫ്രീ ആണ്. സോ നിങ്ങൾക്കത് ജോയിൻ ചെയ്യാനായിട്ട് പേയ്മെൻറ്റിൻ്റെ ആവശ്യം വരത്തില്ല. ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ആ ഒരു ക്ലാസ്സും ആ ലിങ്കിൽ തന്നെ ഉണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ജസ്റ്റ് അങ്ങ് ജോയിൻ ചെയ്താൽ മതി. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടായിരിക്കും അവൈലബിൾ ആകുന്നത്. ഫ്രീ ക്ലാസ് ആണെങ്കിലും നമ്മൾ ഈ കംപ്ലീറ്റ് മൊഡ്യൂൾസും എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ആയിരിക്കും ഫസ്റ്റ് മൊഡ്യൂളും പ്രിപ്പയർ ചെയ്യുന്നത്. കംപ്ലീറ്റ് കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രീ ക്ലാസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകുന്നതല്ല. ഫ്രീ ക്ലാസ് ആയാലും പെയ്ഡ് ക്ലാസ് ആയാലും സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കും. ഈ ഫസ്റ്റ് മൊഡ്യൂളിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഞാനിതിൻ്റെ ഒരു ഓവർവ്യൂ തരുവാണ്. ജസ്റ്റ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റിനെ പറ്റി നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ. സോ ഈ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന മൊഡ്യൂൾ നമ്മൾ 4 ഇയർ ഡിഗ്രിക്കാരല്ല ആദ്യമായിട്ട് പഠിക്കുന്നത്. ഇതിന് മുൻപത്തെ ബാച്ചിനെല്ലാം ഈ ഒരു ചാപ്റ്റർ ഉണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പല സബ്ജക്റ്റിലായിട്ട് പഠിക്കാനൊക്കെ വരും. പക്ഷേ പിള്ളേരുടെ പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നൊരു ടോപ്പിക്ക് കറക്റ്റായിട്ട് കണക്ഷൻ വരുത്തി പഠിക്കത്തില്ല. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനകത്ത് പ്രധാനമായിട്ടും പഠിക്കാനുള്ള കാര്യങ്ങൾ തമ്മിൽ വ്യക്തമായ കണക്ഷനുണ്ട്. ചിലപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ കണക്ട് ചെയ്തായിരിക്കില്ല കിടക്കുന്നത്. ടെക്സ്റ്റിൽ അത് പല പല ടോപ്പിക്കായിട്ടായിരിക്കും കിടക്കുന്നത്. പക്ഷെ നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിരിക്കുന്നത് കൃത്യമായിട്ട് കണക്ട് ചെയ്താണ് പഠിപ്പിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ സിലബസിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 4 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വരും. നമ്മുടെ സിലബസ് അനുസരിച്ച് നമ്മൾ 4 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ദാ ഇവിടെ നോക്കിയേ, AS എന്നൊരു സംഭവമുണ്ട്. AS ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ IAS എന്നൊരു സംഭവമുണ്ട്. അതാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. പിന്നെ നിങ്ങൾക്കൊരു ഇൻഡ് AS കാണാൻ പറ്റും. ഇൻഡ് AS അതാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. പിന്നെ നിങ്ങൾക്കൊരു IFRS കാണാൻ പറ്റും. സോ ഞാൻ ഈ സർക്കിൾ ചെയ്തിരിക്കുന്ന ഈ 4 കാര്യങ്ങളുണ്ടല്ലോ, AS, IAS, ഇൻഡ് AS, IFRS, ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. ഇത് 4ഉം 4ആയിട്ടല്ല പഠിക്കേണ്ടത്. ഇത് തമ്മിൽ വ്യക്തമായ കണക്ഷനുണ്ട്. ആ കണക്ഷൻ മനസ്സിലായി കഴിഞ്ഞാൽ ഏത് ഇൻ്റർവ്യൂവിൽ ചെന്നാലും, നമ്മൾ ഈ പഠിക്കുന്നത് മാർക്കിന് വേണ്ടി മാത്രമല്ല, മിക്കവാറും ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. സോ എന്താണ് ASഉം IASഉം തമ്മിലുള്ള ബന്ധം, ഈ IASഉം IFRSഉം തമ്മിൽ എന്ത് ബന്ധം, IFRSഉം ഇൻഡ് ASഉം തമ്മിൽ എന്ത് ബന്ധം, ഇത് 4ഉം 4അല്ല, ഇത് 4ഉം തമ്മിൽ വെൽ കണക്റ്റഡ് ആണ്. കൃത്യമായിട്ട് കണക്ഷൻ മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഓരോന്നും എന്താണെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കണക്ഷൻ തന്നെയാണ് ഈ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ക്ലാസ് കേട്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ഇനി മുന്നോട്ട് പഠിച്ചു പോകുന്നത് കൃത്യമായിട്ട് കണക്ഷൻ മനസ്സിലാക്കി ആയിരിക്കും. നിങ്ങൾക്ക് ആ ധാരണ കിട്ടും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ലിങ്കിൽ കൃത്യമായിട്ട് ഈ ഫസ്റ്റ് മൊഡ്യൂൾ കിടപ്പുണ്ട്. ജസ്റ്റ് അങ്ങ് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ വെൽ എക്സ്പ്ലെയിൻഡ് ആണ്. ജസ്റ്റ് ഓരോ ടോപ്പിക്കും പറഞ്ഞു പോവുകയല്ല, ആദ്യമേ തന്നെ ഞാൻ ഈ 4 കാര്യവും കണക്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ പറയുന്ന 4 കാര്യങ്ങൾ, ഈ സർക്കിൾ ചെയ്തിരിക്കുന്ന ഈ 4 കാര്യം തമ്മിൽ വെൽ കണക്റ്റഡ് ആണ്. ഇത് 4ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് നിങ്ങൾക്കിതിൻ്റെ മീനിങ് പോലും മനസ്സിലാവത്തില്ല. ഇത് 4ഉം തമ്മിൽ കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ അങ്ങ് മനസ്സിലാക്കിയാൽ ഏതൊരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഇത് 4ഉം തമ്മിൽ എന്താണ് ബന്ധം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് മൊഡ്യൂൾ അങ്ങനെ കറക്റ്റായിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ട്. രണ്ടാമത്തെ മൊഡ്യൂൾ മുതൽ നമുക്ക് പെയ്ഡ് ക്ലാസ് ആയിട്ടാണ്. ശരിക്കും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എല്ലാം, ജേണൽ എൻട്രിയും ലെഡ്ജറും തുടങ്ങിയ പ്രോബ്ലംസ് എല്ലാം വരുന്നത് ഈ രണ്ടാമത്തെ മൊഡ്യൂൾ തൊട്ടാണ്. രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്, ഷെയറും ഡിബഞ്ചറും. സോ എന്താണ് ഷെയർ എന്ന് തുടങ്ങി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ പറയുന്ന യൂണിറ്റ്, അതായത് രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ ഈ ഫസ്റ്റ് യൂണിറ്റ്, ഇതാണ് മൊഡ്യൂൾ 2A എന്ന് പറയുന്നത്. നമ്മുടെ സിലബസിൽ ഇതാണ് മൊഡ്യൂൾ 2A. ഇതൊരു വലിയ മൊഡ്യൂളാണ്, ഭയങ്കര ലെങ്തിയാണ്. നമ്മുടെ ടെക്സ്റ്റിൽ ഏതാണ്ട് 140ഓളം പേജ് വരുന്നുണ്ട് ഈ ഒരു ഒറ്റ ചെറിയ മൊഡ്യൂൾ. മൊഡ്യൂൾ 2നെ പറ്റി അല്ല സംസാരിക്കുന്നത്, മൊഡ്യൂൾ 2A. മൊഡ്യൂൾ 2വിനകത്തുള്ള ഫസ്റ്റ് സബ് മൊഡ്യൂളാണ് മൊഡ്യൂൾ 2A. ഈ 2A എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഇവിടെ ഈ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നൊരു ഒറ്റ വാക്ക് മാത്രമാണ് സിലബസ്. അപ്പോൾ സിലബസ് ഇട്ടയാൾ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഒരൊറ്റ വേർഡ് മാത്രമേ ഉള്ളൂ, ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇതിനകത്ത് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ പഠിക്കണം, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് പഠിക്കണം, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം പഠിക്കണം. അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഓവർ സബ്സ്ക്രിപ്ഷൻ ഡീൽ ചെയ്യുന്ന 4 മെത്തേഡ്സ് വരുന്നുണ്ട്. ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ വരുന്നുണ്ട്, ഇഷ്യൂ ഓഫ് ഷെയർസ് അതർ ദാൻ ക്യാഷ് വരുന്നുണ്ട്, ഫോർ ഫീച്ചർ ആൻഡ് റീ ഇഷ്യൂ തുടങ്ങി ഇത്രയും കാര്യങ്ങൾ. ഇതത്ര നിസ്സാരമല്ല, ഒരുപാട് കാര്യങ്ങളാണ് ഈ ഇഷ്യൂ ഓഫ് ഷെയറിനകത്ത് മാത്രം വരുന്നത്. ഇപ്പം ഞാൻ ഈ വാക്ക് മാത്രമാണ് പറഞ്ഞത്. ഈ വേർഡിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഷെയറുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് തിയറി മാത്രം ഏകദേശം 10ഓളം പേജ് വരുമെന്ന് തോന്നുന്നുണ്ട്. കംപ്ലീറ്റ് കാര്യങ്ങൾ. കാര്യം ബേസിക്സ് തൊട്ട് പഠിപ്പിക്കണമല്ലോ. എന്താണ് ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ എന്താണ്, പ്രിഫറൻസ് ഷെയർ എന്താണെന്ന് തുടങ്ങി കംപ്ലീറ്റ് കാര്യങ്ങളും, ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഏതൊക്കെയാണ്, എല്ലാം വരുന്നുണ്ട്. പിന്നീട് പ്രോബ്ലത്തിലോട്ട് വരുമ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന പല രീതികൾ, അറ്റ് പാർ, അറ്റ് ഡിസ്കൗണ്ട്, അറ്റ് പ്രീമിയം, അണ്ടർ സബ്സ്ക്രിപ്ഷൻ, ഓവർ സബ്സ്ക്രിപ്ഷൻ, ഫോർ ഫീച്ചർ ആൻഡ് റീ ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്താണ് ഇഷ്യൂ ഓഫ് ഷെയർ എന്ന ഒറ്റ വേർഡിൽ ഒതുക്കിയിരിക്കുന്നത്. അവിടെ കൊണ്ടും തീരുന്നില്ല. ആ സെയിം മൊഡ്യൂൾ 2A അണ്ടർ റൈറ്റിംഗ്, അതിൻ്റെ പ്രോബ്ലംസ് വരുന്നുണ്ട്. ബുക്ക് ബിൽഡിംഗ് എന്നൊരു ടോപ്പിക്ക് വരുന്നുണ്ട്. പാർഷ്യൽ ബുക്ക് ബിൽഡിങ്ങും വരുന്നുണ്ട്. റൈറ്റ് ഷെയർ, ബോണസ് ഷെയറുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്യണം. ഈ ക്ലാസ്സുകൾ മുഴുവനും, ഞാൻ ഈ പറഞ്ഞ മുഴുവൻ ടോപ്പിക്കുകളും നമ്മുടെ വെബ് ആപ്പ് വഴി അവൈലബിൾ ആണ്. സോ ഈ രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ 2A എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലെങ്തി മൊഡ്യൂളാണ്. കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചോണം. എക്സാമിൻ്റെ മാർക്ക് അല്ലടോ. നിങ്ങളിപ്പോൾ നാളെ കാലത്ത് CA, CMA, CS, ACCA തുടങ്ങിയ കോഴ്സൊക്കെ ചെയ്യത്തില്ലേ? BCom കൊണ്ട് ജോലി കിട്ടത്തില്ലല്ലോ. BCom കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വലിയ വലിയ പഠിത്തത്തിൽ പോകും. നിങ്ങളാരും BCom കൊണ്ട് പഠിത്തം നിർത്താനൊന്നും പോകുന്നില്ല. കാര്യം നല്ല ജോലി കിട്ടണമെങ്കിൽ BComൻ്റെ ബേസിൽ പിന്നെ പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യണം. അവിടെ ചെല്ലുമ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ, ഞാൻ ഈ പറഞ്ഞ മുഴുവൻ ക്ലാസ്സുകളും അവിടെ നിങ്ങൾക്ക് നല്ലൊരു ബേസ് ആയിരിക്കും. പിന്നീട് വരുന്ന അടുത്തത് മൊഡ്യൂൾ 2B ആണ്. മൊഡ്യൂൾ 2B, അവിടെയാണ് ബൈബാക്ക് ഓഫ് ഷെയർ വരുന്നത്. കമ്പനി ഷെയർ തിരിച്ചു വാങ്ങുന്നു. സോ ഏതൊക്കെ രീതിയിലാണ് ബൈബാക്ക് വരുന്നത്, ഈ ബൈബാക്കിൻ്റെ പൈസ എവിടെ നിന്നൊക്കെ ഒപ്പിക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മൊഡ്യൂൾ 2B. മൊഡ്യൂൾ 2C, ഇവിടെ മൊഡ്യൂൾ 2C എന്ന് പറയുന്നത് ഡിബഞ്ചറാണ്. ഇത് മറ്റൊരു ടോപ്പിക്കാണ്. കമ്പനിക്ക് ഷെയർ മാത്രമല്ല ഡിബഞ്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഡിബഞ്ചേഴ്സിൻ്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്, അങ്ങനെ ഡിബഞ്ചറിൻ്റെ മുഴുവൻ കാര്യങ്ങളും മൊഡ്യൂൾ 2C വരും. അപ്പോൾ ഇത്രയും കാര്യം വളരെ ലെങ്തി മൊഡ്യൂളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്താണ് മൊഡ്യൂൾ 2A, 2B, 2C വരുന്നത്. ഈ കംപ്ലീറ്റ് ക്ലാസ്സുകളും നമ്മുടെ വെബ് ആപ്പിൽ അവൈലബിൾ ആണ്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ കണ്ടിന്യൂഷനാണ്, റിഡംഷനാണ്. ഷെയറിൻ്റെയും ഡിബഞ്ചറിൻ്റെയും റിഡംഷനാണ്. ഷെയറിൻ്റെ റിഡംഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, പ്രിഫറൻസ് ഷെയർ മാത്രമേ റെഡീം ചെയ്യൂ. ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഷെയർ എന്നാണ് ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നതെങ്കിലും പ്രിഫറൻസ് ഷെയർ മാത്രമേ റെഡീം ചെയ്യാറുള്ളൂ. അപ്പോൾ പ്രിഫറൻസ് ഷെയറിൻ്റെ റിഡംഷനും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ദെൻ ഡിബഞ്ചറിൻ്റെ റിഡംഷനും വരുന്നുണ്ട്. ഈ മുഴുവൻ കാര്യങ്ങളും, ഞാൻ ഈ പറയുന്ന കമ്പനിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ ഓരോന്നിനും എല്ലാത്തിനും പ്രൊവിഷൻസ് പറയുന്നുണ്ട്. നമുക്ക് എവിടെ നിന്നൊക്കെ പൈസ എടുക്കാം, പൈസ എടുക്കേണ്ട ഓർഡർ ഏതൊക്കെയാണ്, ഏതൊക്കെ റിസർവ് ഉപയോഗിക്കാൻ പറ്റും, ഏതൊക്കെ റിസർവ് ഉപയോഗിക്കാൻ പറ്റില്ല തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 2ഉം Bയും 2ഉം 3യും, മൊഡ്യൂൾ 2ഉം 3യും കൂടെ ചേരുമ്പോൾ നമുക്ക് ഷെയറിൻ്റെയും ഡിബഞ്ചറിൻ്റെയും മുഴുവൻ കാര്യങ്ങളും പഠിക്കും. ശരിക്കും നിങ്ങൾക്കിത് ഹയർ സ്റ്റഡീസിന് ഉപയോഗം ചെയ്യും. നിങ്ങൾ നാളെ ഒരു കമ്പനിയിലൊക്കെ ജോലിക്ക് ചെല്ലാനായിട്ട് CA CMA അങ്ങനെ എന്തെങ്കിലും കോഴ്സ് പഠിക്കും. ഓക്കെ, ഈ കോഴ്സിൻ്റെ എല്ലാം തന്നെയും ഈ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഷെയറും ഡിബഞ്ചറുമായിട്ട് ടോപ്പിക്ക് വരും. സോ ഈ ഒരു ക്ലാസ്സിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് ശരിക്കും BCom കഴിഞ്ഞിട്ട് പ്രയോജനം ചെയ്യും. BComൽ മാർക്ക് മേടിക്കാൻ പറ്റും. അതുകൂടാതെ BCom കഴിഞ്ഞത് നല്ലൊരു ബേസ് ആയിരിക്കും. ഓക്കെ, 4ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമായ മൊഡ്യൂളാണ്. ഇവിടെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും, കമ്പനികളുടെ, കോർപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനീസ്, ഇന്ത്യയിലെ കമ്പനികളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുകയാണ്. നോക്കൂ, ഒരു കാര്യം ഓർത്ത് വെച്ചോണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമ്മൾ നമ്മുടെ ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ചതുപോലെ ആ സെയിം ഫോർമാറ്റോ ആ രീതിയിലോ അല്ല പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്ത്യൻ കമ്പനീസ് ആക്ടിൻ്റെ ഷെഡ്യൂൾ 3 അനുസരിച്ച് പുതിയ ഫോർമാറ്റാണ്. നമ്മളെപ്പോഴും പഠിക്കേണ്ടത് നമ്മുടെ പുതിയ ഫോർമാറ്റാണ്. കമ്പനീസ് ആക്ടിൻ്റെ പുതിയ ഫോർമാറ്റ് അനുസരിച്ച് വെർട്ടിക്കൽ ഫോർമാറ്റ് ഓഫ് P&L ആൻഡ് ബാലൻസ് ഷീറ്റാണ്. വെർട്ടിക്കൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും കാണത്തില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഡെബിറ്റും ക്രെഡിറ്റും കാണത്തില്ല. ടോപ്പ് പോർഷനിൽ ഇൻകവും, അതായത് മുകളിലായിട്ട് ഇൻകവും താഴെയായിട്ട് എക്സ്പെൻസ് എഴുതുന്ന പരിപാടിയാണ്. അങ്ങനെ മാത്രവുമല്ല, നമുക്ക് തോന്നുന്നത് പോലെ എന്തെങ്കിലും എഴുതി വെക്കാൻ പറ്റില്ല. വ്യക്തമായിട്ട് ഹെഡിങ് കൊടുത്തിരിക്കണം.
ഇപ്പോൾ എക്സാമ്പിളായിട്ട് സാലറി 10,000 രൂപ എന്നൊരു ഐറ്റം വന്നെന്ന് വിചാരിക്കുക. സാലറി 10,000 രൂപ. നമ്മൾ എഴുതി ശീലിച്ചത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ സാലറി. ഇതാണ് നമുക്ക് അറിയാവുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ സാലറി. ഇവിടെ പക്ഷേ കമ്പനീസ് ആക്ട് അനുസരിച്ച് ഡെബിറ്റും ക്രെഡിറ്റും ഒന്നുമില്ല. നമ്മൾ ഈ എക്സ്പെൻസ് ബോട്ടം പോർഷനിൽ എക്സ്പെൻസ് എന്ന ഹെഡിങ് കൊടുത്തിട്ട്, അതായത് ഇൻകം മുകളിലും എക്സ്പെൻസ് താഴെയായിട്ടാണ്. അവിടെയും തീർന്നില്ല. സാലറി എന്നൊരു വാക്ക് എഴുതാൻ പറ്റത്തില്ല. സാലറി എന്നൊരു വേർഡ് നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ എഴുതാൻ പാടില്ല. പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഈ സാലറി എല്ലാം ഉൾപ്പെടുന്നത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എന്നൊരു വാക്കേ എഴുതാൻ പറ്റൂ. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് വ്യക്തമായ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഉണ്ട്. നമുക്ക് തോന്നുന്ന പോലെ ക്വസ്റ്റ്യൻ അതുപോലെ കോപ്പി ചെയ്യാൻ പറ്റില്ല. സാലറിയും വേജസും ബോണസും ഒക്കെ തന്നാൽ ഇതെല്ലാം കൂടെ വർക്കിംഗ് നോട്ടായിട്ട് എഴുതിയിട്ട് ആ എമൗണ്ട് കൊണ്ടുവന്ന് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എന്നും പറഞ്ഞ് എഴുതാൻ പറ്റൂ. അതുപോലെ ഇപ്പോൾ ബാങ്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ്. പക്ഷേ നമുക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് എഴുതാൻ പറ്റത്തില്ല. ഫിനാൻസ് കോസ്റ്റ് എന്ന് എഴുതാൻ പാടുള്ളൂ. അങ്ങനെ എഴുതിയാലേ മാർക്ക് കിട്ടൂ. സോ ഇവിടെ ഈ 4ാമത്തെ മൊഡ്യൂൾ നല്ല പോലെ കൃത്യമായിട്ട് എന്താണോ ഫോർമാറ്റിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. സെയിം തന്നെയാണോ ബാലൻസ് ഷീറ്റിനും ലെഫ്റ്റ് സൈഡിൽ ലൈബിലിറ്റിയും റൈറ്റ് സൈഡിലും അസറ്റും അല്ല, ടോപ്പ് ബോട്ടം തന്നെയാണ്. ടോപ്പ് പോർഷനിൽ ലൈബിലിറ്റിയും താഴോട്ട് വരുമ്പോൾ അസറ്റുമായിട്ട് എഴുതാൻ പഠിക്കണം. അവിടെയും ഇതുപോലെ ഒരുപാട് ഹെഡിങ്സ് ഉണ്ട്. നമുക്ക് തോന്നുന്ന പോലെ എഴുതി വെക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഡെറ്റേഴ്സ് എന്നൊരു ഐറ്റം വന്നാൽ നമ്മളത് വർക്കിംഗ് ലോട്ടിലോട്ട് മാറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ട് കറണ്ട് അസറ്റ് എന്ന ഹെഡിനകത്ത് കൊണ്ടുവരുത്തണം. അപ്പോൾ ഇവനാൾ പ്രശ്നമാണ്. കാര്യം നമ്മൾ പണ്ട് പഠിച്ച പോലെ എന്തെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചങ്ങ് ടാലിയാക്കിയാൽ പറ്റത്തില്ല. കൃത്യമായിട്ട് വിത്ത് നോട്ട്സ് വെച്ചിട്ട് ഈ പറയുന്ന റിവൈസ്ഡ് ഷെഡ്യൂൾ ഫോളോ ചെയ്തിരിക്കണം. ഇതാണ് 4ാമത്തെ മൊഡ്യൂൾ. അവിടെ കുറച്ച് ഫോർമാറ്റ് പഠിക്കേണ്ടി വരും. ദെൻ 5ാമത്തെ മൊഡ്യൂൾ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ആണ്. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പനി അടച്ചു പൂട്ടാനൊന്നും പോകുന്നില്ല. പകരം കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ക്യാപിറ്റൽ റീസ്ട്രക്ചർ ചെയ്യും. അതായത് വേണമെങ്കിൽ ക്യാപിറ്റൽ കുറയ്ക്കാം, ക്യാപിറ്റൽ കൂട്ടാം, ക്യാപിറ്റൽ സ്പ്ലിറ്റപ്പ് ചെയ്യാം, ക്യാപിറ്റൽ കമ്പൈൻ ചെയ്യാം. ഏതെങ്കിലുമൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ഫിക്റ്റീഷ്യസ് അസറ്റ് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഫിക്റ്റീഷ്യസ് അസറ്റൊക്കെ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാം. ഏതെങ്കിലുമൊക്കെ അസറ്റിൻ്റെ വാല്യൂ കൂട്ടാൻ കുറയ്ക്കാം. ഇങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് എന്നൊരു അക്കൗണ്ട് വരച്ചിട്ട് നമ്മളത് റീകൺസ്ട്രക്ട് ചെയ്യും. എന്നിട്ട് ആ റീകൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഇതാണ് 5ാമത്തെ മൊഡ്യൂൾ. ഓക്കെ, ഇതിലിപ്പോൾ ഈ 2 തൊട്ട് 5 വരെയുള്ള മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പെയ്ഡ് ക്ലാസ് ആയിട്ടാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഫസ്റ്റ് മൊഡ്യൂൾ പ്രധാനപ്പെട്ടതല്ലാത്തതുകൊണ്ടൊന്നും അല്ല ഫ്രീ ആക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങളെല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. പല സ്റ്റുഡൻസിന് ഇപ്പോഴും ഒരു തെറ്റിദ്ധാരണയാണ് ഇത് 4ഉം 4ആയിട്ട് പഠിച്ചു വെക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒന്ന് പഠിച്ചേക്കുക. കാര്യം എവിടെ ചെന്നാലും നിങ്ങൾ എവിടെ ജോലിക്ക് ചെന്നാലും കമ്പനിയിലൊക്കെയാണല്ലോ ജോലി ആഗ്രഹിക്കുന്നത്. നമ്മളൊരു വലിയൊരു കമ്പനിയിൽ ജോലി ആഗ്രഹിക്കുമല്ലോ, അവരെല്ലാവരും ഇത് ഫോളോ ചെയ്യും. അപ്പോൾ ഇന്ത്യയിലെ കമ്പനികൾ ഇപ്പോൾ ഏതാണ് ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ആ ക്ലാസ് കേട്ടാൽ മനസ്സിലാവും. AS ആണോ, IAS ആണോ, IFRS ആണോ, IND-AS ആണോ, ഇതിൽ ഏതാണ് ഇന്ത്യ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്? ഇന്ത്യയിൽ ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ ഫോളോ ചെയ്യും? ഏതാണ് ഇപ്പോൾ നിലവിൽ ഇല്ലാത്തത്? ഇൻ്റർനാഷണലി ഇപ്പോൾ ഏതാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത്? ഏതാണ് ഇപ്പോൾ ഇൻ്റർനാഷണലി നിലവിൽ ഇല്ലാത്തത്? ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ഇത് ശരിക്കും യൂസ്ഫുൾ ആകും. സോ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. ഈ പറയുന്ന ലിങ്കിൽ തന്നെ ഈ മൊഡ്യൂളിൻ്റെ എല്ലാ മൊഡ്യൂളും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള മൊഡ്യൂളുകൾ അതാത് ഫീസ് അനുസരിച്ച് ജോയിൻ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഫീസിൻ്റെ കാര്യത്തിലോ ക്ലാസ് ജോയിൻ ചെയ്യുന്ന കാര്യത്തിലോ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽഡ് ആവശ്യമുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പർ. ഈ ഒരു നമ്പറാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ലേണിംഗ് ലേണിൻ്റെ ഒരേ ഒരു നമ്പർ. ഓക്കെ, ഈ ഒരു നമ്പർ മാത്രമേ നമുക്കുള്ളൂ. ഇതിൽ ജസ്റ്റ് വാട്സാപ്പ് ചെയ്താൽ മതി. വാട്സാപ്പിൽ ജസ്റ്റ് 3rd സെം സ്റ്റുഡൻ്റ് ആണ്, 4 ഇയർ ഡിഗ്രിയാണ്. നിങ്ങൾ മെസ്സേജ് അയക്കുന്നവർ 4 ഇയർ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെന്ന് എടുത്തു പറയണം. കാര്യം 3rd സെം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും 3 ഇയർ ഡിഗ്രി 3rd സെം സപ്ലിമെൻ്ററിക്കാരുണ്ട്. സപ്ലിമെൻ്ററിക്കാർ ഇപ്പോഴും ഉണ്ട്. ചിലപ്പോൾ അവരും ക്ലാസ് ആവശ്യപ്പെട്ട് വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ FYUGP ആണ് എന്നൊന്ന് മെൻഷൻ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചോളാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് വളരെ നല്ലൊരു സബ്ജക്റ്റാണ്. നിങ്ങൾ ഇതാണ് മേജർ എടുത്തിരിക്കുന്നതെങ്കിൽ BCom-ലെന്നല്ല, BCom കഴിഞ്ഞ് പഠിക്കുന്ന ഹയർ സ്റ്റഡീസിനെല്ലാം പ്രയോജനം ചെയ്യും. ശരിക്കും പറഞ്ഞാൽ 3rd സെമ്മിൽ എടുക്കേണ്ട മേജർ ഇത് തന്നെയാണ്. ഫസ്റ്റ് സെമ്മിൽ ശരിക്കും നിങ്ങൾ അക്കൗണ്ടിങ് തന്നെയാണ് എടുക്കേണ്ടത്. വേണ്ട മേജർ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഫസ്റ്റ് സെമ്മിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എടുക്കാം. സെക്കൻഡ് സെമ്മിൽ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എടുക്കാം. 3rd സെം കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എടുത്ത് പോയി കഴിഞ്ഞാൽ ആസ് എ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് നമുക്ക് അക്കൗണ്ടിങ് നോളജ് തറവാകും. ഇത് നമുക്ക് വേണ്ടത് അക്കൗണ്ടിങ് ആണോ? നിങ്ങൾ ഈ പറയുന്ന ടാക്സും ഓഡിറ്റും മറ്റും ചപ്പും ചവറും ഒക്കെ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ സബ് പാർട്ടായിട്ട് കയറി പോത്തതേ ഉള്ളൂ. അതൊക്കെ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മേജറാണ് ഇത്. മേജർ എടുത്തിരിക്കുന്നവർ ശരിക്കും ലക്കിയാണ്.
കാര്യം നിങ്ങളുടെ CA CMA CS ACCA കോഴ്സിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ശരിക്കും ഓക്കെ ആയിട്ട് വരും. പ്രത്യേകിച്ച് CA CMA ആണ് എടുക്കുന്നതെങ്കിൽ. കാര്യം അത് ഇന്ത്യൻ റൂൾ തന്നെ അവർ പഠിക്കുന്നത്. നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരും കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടന്റുമാരും എല്ലാം ഇന്ത്യൻ കമ്പനീസ് ആക്ട് തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇത് വളരെ പ്രയോജനം ചെയ്യും. അപ്പോൾ ഈ സബ്ജക്റ്റ് എടുത്ത് പഠിച്ചവർ ശരിക്കും പറഞ്ഞാൽ BCom മാത്രമല്ല അവരുടെ കരിയറും നല്ലപോലെ സെക്യൂർഡ് ആക്കും. ഓക്കെ, സോ വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു, എന്തെങ്കിലും ക്ലാസ് ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാനോ ഫീസിൻ്റെ കാര്യത്തിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പർ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കണം ഈ സബ്ജക്റ്റ്. വെറും ഒരു 56 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയല്ല. നിങ്ങൾക്ക് 56 മാർക്കാണല്ലോ പരീക്ഷ. ഒരു 56 മാർക്കിൻ്റെ പരീക്ഷ മുൻകൂട്ടി അല്ല പഠിക്കേണ്ടത്. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അങ്ങ് എടുക്കുക. എനിക്ക് നാളെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാൻ, കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആവാനുള്ള ബേസ് ആയിട്ട് തന്നെ കാണണം. അപ്പോൾ ഇത് മേജർ എടുക്കാത്തവർ ഈ സബ്ജക്റ്റ് ഇനിയിപ്പോൾ CA ഒക്കെ പഠിക്കാൻ ചെല്ലുമ്പോൾ വീണ്ടും തിരിച്ചു വന്ന് ബേസ് പഠിക്കേണ്ടി വരും. ഇത് എടുത്തവർ ശരിക്കും ലക്കിയാണ്. ഓക്കെ.